നീലത്തിൻ്റെ ഗ്രാമത്തിൽ കിസാൻ പഞ്ചായത്ത് സംഘടിപ്പിക്കുകയാണ്. പഞ്ചായത്തിൽ നീലത്തിൻ്റെ സഹോദരനും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നീലത്തെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നതിൽ തീരുമാനമുണ്ടാകുമെന്ന് അറിയുന്നു. നീലത്തിൻ്റെ ഗ്രാമത്തിൽ നിന്ന് അനൂപ് ദാസും പാർലമെന്റ് ആക്രമണത്തിന് അന്വേഷണത്തിൻ്റെ വിവരങ്ങളുമായി അർജുൻ പീതാംബരനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഇപ്പോൾ അമ്മയുടെയും സഹോദരിയുടെയും പ്രതികരണങ്ങൾ കേട്ടു. അവരൊന്നും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്നോ ഒന്നും കരുതിയിട്ടില്ലെങ്കിലും ഇതിൽ ഏറെക്കുറെ ന്യായീകരിക്കുന്ന ഒരു സമീപനം തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തൊഴിലില്ലായ്മയിലെ അസ്വസ്ഥത, പ്രതിഷേധം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ കുടുംബവും ആ ഗ്രാമവും ഒന്നടങ്കം ഈ നീലത്തിൻ്റെ ചെയ്തികളെ അനുകൂലിക്കുന്നു എന്ന് കണക്കാക്കണോ? ദിവിഷ്, അങ്ങനെയല്ല. സഹോദരൻ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഈ തിരഞ്ഞെടുത്ത രീതി, പ്രതിഷേധിക്കാൻ തിരഞ്ഞെടുത്ത രീതി ശരിയായില്ല എന്ന നിലയിലാണ് സഹോദരൻ സംസാരിച്ചത്. അമ്മ സംസാരിച്ചത് നീലം ചെയ്തത് ശരിയാണ് എന്ന നിലയിൽ തന്നെയാണ്. എന്തായാലും ഗ്രാമത്തിൽ ഞാൻ രാവിലെ 6 മണിക്ക് എത്തിയപ്പോൾ ഏതെങ്കിലും ആൾ നീലത്തിനെതിരെ സംസാരിക്കുന്നതായി കേട്ടിട്ടില്ല. എല്ലാവരും നീലത്തിനെ അനുകൂലിച്ച്, അതായത് നീലം ചെയ്ത പ്രവൃത്തിയെ പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറിയതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ നീലത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഞാനതിൽ കൂടുതൽ വിശദാംശങ്ങൾക്ക് വരുന്നതിന് മുൻപ് ഈ ദൃശ്യങ്ങൾ, കാണിക്കുന്ന ദൃശ്യങ്ങൾ എന്താണ് എന്ന് പറയാം. നീലത്തിൻ്റെ ഗ്രാമത്തിലാണുള്ളത്. ഈ ഗ്രാമത്തിലെ ഗ്രാമീണർ നീലത്തെ അനുകൂലിക്കണമോ വേണ്ടയോ എന്ന കാര്യം ആലോചിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ചേരാൻ പോവുകയാണ് ഇവിടെ. അതിൻ്റെ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്, ഗ്രാമ മുഖ്യന്മാരുണ്ട്. അങ്ങനെ ഇവരൊക്കെ എല്ലാവരും എത്തിയതിനു ശേഷം വിശദമായ ചർച്ച നടക്കും. ആ ചർച്ചയ്ക്ക് ശേഷമാണ് നീലത്തെ അനുകൂലിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഗ്രാമപഞ്ചായത്ത് എടുക്കുക. എന്തായാലും ഞാൻ ഈ ദൃശ്യങ്ങൾ കാണിച്ചത് കൊണ്ടത് വിശദീകരിച്ചാണ്. നീലത്തിൻ്റെ കാര്യത്തിൽ നീലം BA കഴിഞ്ഞതാണ്, MA കഴിഞ്ഞതാണ്, BEd കഴിഞ്ഞതാണ്, MPhil കഴിഞ്ഞതാണ്. അതിനുശേഷം ഗ്രാമത്തിൽ ലൈബ്രറി രൂപീകരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ആ ഗ്രാമത്തിലെയും ഈ ഗ്രാമത്തിലെയും തൊട്ടടുത്ത ഗ്രാമത്തിലെയും കുട്ടികൾക്ക് സൗജന്യമായി ക്ലാസ് എടുത്ത് നൽകുന്നതിന് വേണ്ടി, ട്യൂഷൻ നൽകുന്നതിന് വേണ്ടി നീലം ഇടപെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി പ്രതിഷേധ സമരങ്ങളിൽ നീലം പങ്കെടുത്തിട്ടുണ്ട്. അത് കർഷക സമരം, മറ്റ് തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം, വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലെല്ലാം നീലം പങ്കെടുത്തിട്ടുണ്ട്. ടോൾ പ്ലാസ, ഇവിടെ തൊട്ടടുത്തൊരു ടോൾ പ്ലാസ ഉണ്ട്. ആ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അംബേദ്കറിസ്റ്റുകളുടെ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ സമരങ്ങളിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നീലം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ ഗ്രാമം നീലത്തെ അനുകൂലിക്കുന്നുണ്ടോ, നീലത്തിൻ്റെ പ്രവൃത്തിയെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഇവിടെ ചേരുന്ന ഗ്രാമപഞ്ചായത്തിൽ തീരുമാനമാവും. ഗ്രാമപഞ്ചായത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് അവർ പോകും. എന്തായാലും വിശദമായ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അവർക്ക് ആർക്കെങ്കിലും ഈ സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച്, എങ്ങനെ ഒരു സംഘമുണ്ട് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഡൽഹിയിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് ഇത്തരം ഈ സംഘത്തിൻ്റെ കൂടിക്കാഴ്ചകൾക്ക് വേണ്ടി പോകലോ, അങ്ങനെ എന്തെങ്കിലും പതിവുണ്ടോ? എന്തെങ്കിലും അസ്വാഭാവികമായി നീലത്തിൻ്റെ പ്രവർത്തികളിൽ എപ്പോഴെങ്കിലും സഹോദരങ്ങൾക്കോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, നീലത്തിൻ്റെ പ്രവൃത്തിയിൽ ഏതെങ്കിലും അസ്വാഭാവികത ഉണ്ട് എന്ന് സഹോദരൻ രാംനിവാസോ അല്ലെങ്കിൽ അതിനുശേഷം സംസാരിച്ച പ്രദീപ് കുമാറോ പറഞ്ഞിട്ടില്ല. ഇരുവരും പറഞ്ഞ കാര്യം, നീലം വിദ്യാസമ്പന്നയാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്, വിലക്കയറ്റം വർദ്ധിക്കുന്നത് ഒക്കെ വലിയ പ്രശ്നമായി തന്നെ നീലം ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് എന്ന് അവർ പറയുന്ന ഒരു കാര്യം. നമുക്കൊരു പ്രതികരണത്തിലേക്ക് കടക്കാം. आसाद जी हमको बता। आसाद जी, कितना बजे? देखो, हमने हमारी लोकल मीटिंग होनी है, तो उसके लिए अभी गांव से आने लग रहे हैं लोग। तो अभी मीटिंग में फैसला लेंगे और एक पहलू पर विचार करेंगे। सबके विचार विमर्श करके जो भी उचित होगा उसी के अनुरूप आगामी फैसला लेने का हम काम करेंगे। आप क्या देखे बेरोजगारी? देखो, जो नीलम बेटी ने बेरोजगारी की आवाज़ उठाई है, हमने भी उसकी वीडियो देखी थी और वीडियो में वह स्पष्ट कह रही है कि आज युवा बेरोजगारी से दुखी है। और हम मानते हैं कि देश के प्रधानमंत्री ने कहा था कि 2 करोड़ प्रति वर्ष रोजगार दूंगा, लेकिन सरकारें, केंद्र की सरकार हो या हरियाणा सरकार हो, रोजगार देने में असफल रही है। तो अब युवा हताश और निराश है। हम सरकारों से कहना चाहते हैं कि रोजगार देने का काम करें।
और तानाशाही भी बढ़ रही है। किसान मजदूर आंदोलनरत है, लगातार धरने प्रदर्शन चल रहे हैं, ना किसान मजदूरों की मांगों को सुना जा रहा। उस बेटी ने किसान मजदूर की मांगों का भी समर्थन किया। इसलिए हम मानते हैं कि जो आवाज उस नीलम बेटी ने उठाई है, उसने गलत आवाज नहीं उठाई। हम उसके आवाज का समर्थन करते हैं और समर्थन करते हुए हम कहते हैं कि सरकारों ने बेरोजगारी को खत्म करना चाहिए, युवाओं को रोजगार देना चाहिए, तानाशाही को बंद करना चाहिए, किसान मजदूर की आवाज सुननी चाहिए। इसलिए हम उस नीलम बेटी की रिहाई की भी मांग करते हैं। അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഗ്രാമത്തിൽ രാവിലെ മുതൽ നമ്മൾ വന്നപ്പോഴുള്ള ഒരു ചിന്ത തന്നെയാണ് അദ്ദേഹവും പങ്കുവെച്ചത്. അതായത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊപ്പം തന്നെ സ്വേച്ഛാധിപത്യം തുലയട്ടെ എന്ന ഏകാധിപത്യം തുലയട്ടെ എന്ന മുദ്രാവാക്യമായിരുന്നു ഇന്നലെ അവിടെ വിളിച്ചത്. അതിന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഗ്രാമത്തിലെ ആളുകളും സമാനമായി പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നീലത്തിനെതിരെ എന്ന നിലയിൽ ഒരു വലിയ വികാരം ഈ ഗ്രാമത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്തായാലും നീലത്തിനൊപ്പം നിൽക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഇതാ ഇവിടെ ചേരുന്ന യോഗത്തിൽ തീരുമാനമാകും. അപ്പോഴും നീലത്തിനെ എതിർത്ത് ഇവിടെ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം. നീലം ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ അസ്വാഭാവികമായി ഇടപെടുന്നതോ തരത്തിലൊന്നും സഹോദരങ്ങളോ നാട്ടുകാരോ പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ നീലം വിദ്യാസമ്പന്നയാണ്, അവർ നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. നീലം ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സഹോദരങ്ങളും ഒപ്പം തന്നെ അമ്മയും ഇവിടെ നാട്ടിൽ നമ്മൾ സംസാരിച്ച ആസാദ് ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്നു. ശരിയാണ് അനു, പക്ഷേ പ്രതിഷേധിച്ച രീതി അതിൻ്റെ പരിണിത ഫലങ്ങൾ അതൊക്കെയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്.